ശ്രീ എം കെ ഹരിദാസ്, എന്തായാലും ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തി. എന്തായിരിക്കും അവർ ചർച്ച ചെയ്തത്? നോക്കൂ, സന്ദേശ് ഖാലി അതിനുശേഷം മമതാ സർക്കാരിനെ പിരിച്ചുവിടും എന്നൊക്കെ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ അന്ന് നടപടിയൊന്നും ഉണ്ടായില്ല. ഇപ്പോഴിതാ ഒരു വനിതാ ഡോക്ടറെയാണ് ക്രൂരമായി ബലാത്സംഗം നടത്തി കൊല ചെയ്തിരിക്കുന്നത്. എന്നിട്ടും ആ കൊലപാതകത്തെ വളരെ ലാഘവത്തോടെ കാണാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പോലീസിനെ ഉപയോഗിച്ച് അതിക്രമം നടത്തുന്നു. ഇങ്ങനെ ഒരു സർക്കാർ അവിടെ തുടരുന്നത് അഭികാമ്യമാണോ? ഒരിക്കലുമല്ല. ധാർമ്മികത എന്നുണ്ടെങ്കിൽ അവർ രാജിവെക്കേണ്ടതാണ്. നമ്മൾ ഇന്ത്യയുടെ നമ്മൾ പറയില്ലേ, അഖണ്ഡ ഭാരതം അല്ലെങ്കിൽ നമ്മുടെ ആർഷഭാരത സംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഊറ്റം കൊള്ളുന്നവരാണ് നമ്മളെല്ലാവരും. ഞാൻ ശ്രീ അനിൽ നമ്പ്യാരോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറച്ചു കാലം അബ്രോഡിൽ ജോലി ചെയ്ത സമയത്ത് പാകിസ്ഥാനികൾക്ക് പോലും നമ്മളോട് ഇന്ത്യക്കാരോടുള്ളൊരു ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭാരതത്തിൻ്റെ കെട്ടുറപ്പുള്ളൊരു ഭരണഘടനയുടെ പിന്നിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നതെന്നും അവരൊക്കെ സുരക്ഷിതരല്ലാത്തൊരു ഭരണഘടനയുടെ കീഴിലാണ് ജീവിക്കുന്നതെന്നും എന്നോട് ഒന്ന് രണ്ട് പാകിസ്ഥാനികളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്, വിവരവും വിദ്യാഭ്യാസവുമുള്ള പാകിസ്ഥാനികൾ. അപ്പം നമ്മൾ അത്തരത്തിലൊക്കെ നമ്മൾ വളരെ സുരക്ഷിതരാണ് എന്നൊക്കെ നമ്മൾ ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലെ ഇനി ഒരു 100 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും ഈ കൽക്കത്തയിലെ ഈ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള ഈ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുള്ള ദുരന്തം നമ്മുടെ ഇന്ത്യയുടെ ആത്മാവിൻ്റെ ഒരു കറയായിട്ട് അല്ലെങ്കിൽ ഒരു കറുത്ത പാടായിട്ട് നിലനിൽക്കത്തക്ക തോതിലുള്ള ഇത്തരത്തിലുള്ള ഒരു ദുരന്ത സംഭവം ഉണ്ടായിട്ട് ഈ മുഖ്യമന്ത്രി വീണ്ടും അവിടെ അധികാരത്തിൽ തുടരുന്നതിൻ്റെ ഒരു വിധത്തിൽ നമുക്കതിനെ ന്യായീകരിക്കാൻ നമുക്ക് ജനാധിപത്യ ബോധം എന്നുള്ള ഒരാൾക്കും സാധിക്കില്ല. പക്ഷെ അവർ ചെയ്തിട്ടുള്ള ഡ്യുവൽ പേഴ്സണാലിറ്റി നോക്കണം. അവർ ഇരയോടൊപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ സുപ്രീം കോടതി, പരമോന്നത നീതിപീഠം ഒരു തൊഴിൽ ചെയ്യുന്നവരോട്, ഇപ്പോൾ ഡോക്ടർമാരാണെങ്കിലും അവർ ചെയ്യുന്നത് തൊഴിലാണ്, ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്ന വലിയൊരു കർത്തവ്യം നിറവേറ്റുന്ന അവരോട് അവർക്ക് വേണ്ട സംരക്ഷണം ഞങ്ങൾ നൽകിയിരിക്കും. ഇത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തേക്ക് നോക്കിക്കൊണ്ട് പരമോന്നത നീതിപീഠത്തിന് ഇങ്ങനെ പറയേണ്ട ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ സംരക്ഷണം ഞങ്ങൾ എല്ലാ കാലത്തും നോക്കിക്കോളും, നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കൂ എന്ന് സുപ്രീം കോടതിക്ക് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ഒരു സംസ്ഥാനത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു ആഭ്യന്തര പ്രശ്നം കൊണ്ടുചെന്ന് എത്തിയെങ്കിൽ അത് അവർ 36 മണിക്കൂർ ആ പെൺകുട്ടി ജോലി ചെയ്തിട്ടാണ് പാവം അതിനനുവദിച്ചിട്ടുള്ള സ്ഥലത്ത് ചെന്ന് കിടന്ന് ഉറങ്ങാൻ കിടന്നതെന്നും കൂടി ആലോചിക്കണം അനിൽ നമ്പ്യാരെ. അപ്പൊ ഇത്തരത്തിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ളത് നമ്മൾ ഓരോ സംഭവം കഴിയുമ്പോഴും സ്ത്രീകൾക്ക് സുരക്ഷിതത്വം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിലപിക്കുമ്പോൾ അടുത്ത സംഭവം ഉണ്ടാകുമ്പോഴാണ് ഇത്തരം നിർഭയമാരുടെ എണ്ണം കൂടിക്കൊണ്ട് നമ്മൾക്ക് പരിതപിക്കേണ്ടി വരുന്നത്. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോകണ്ട, ഞാൻ ഒരു നിമിഷം ഞാൻ വിഷയത്തിൽ നിന്ന് കേരളത്തിലേക്ക് വരികയാണ്. വന്ദനാദാസിന്റെ കൊലപാതകം കഴിഞ്ഞ് എന്താ അവിടെ ഉണ്ടായത്? ഒരുപാട് ഓർഡിനൻസുകൾ ഇറക്കി ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർക്കുള്ള സംരക്ഷണം. ഈ കുത്താൻ വരുന്നവരോടും ബലാത്സംഗം ചെയ്യാൻ വരുന്നവരോടും ഓർഡിനൻസ് പൊക്കി കാണിക്കാൻ പറ്റുമോ അനിൽ നമ്പ്യാർ? ഇല്ല. അവർക്ക് കൊടുക്കേണ്ടത് സംരക്ഷണമാണ്. അത് സാമൂഹ്യ സുരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ളതുപോലെ തന്നെ ഈ സർക്കാരിനൊരു പ്രാഥമികമായ ചുമതലയുണ്ട്. ആ ആശുപത്രിയിലെ, ആ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഇന്നും ഞാൻ കേൾക്കുന്നത് എന്താണ്, ഞാൻ അറിഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോഴും സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടില്ല. അവിടെ സുരക്ഷാ ജീവനക്കാരെ ഒരുക്കാൻ ഇതിപ്പോൾ 24 മണിക്കൂർ വേണമെന്ന് പറയുന്നില്ല. രാത്രിയിൽ സ്ത്രീകൾ, അതായത് വനിതാ ഡോക്ടർമാരും വനിതാ ആരോഗ്യ പ്രവർത്തകരും ഡ്യൂട്ടി ചെയ്യുന്ന ദിവസങ്ങളിൽ അവിടെ ഒരു ആരോഗ്യ സംവിധാനം ഒരുക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിനായിട്ടില്ല. അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മൾ നേരിടുന്ന പ്രശ്നം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വിഷയം സംഭവിക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ളൊരു ദുരന്തം നമ്മൾക്കിപ്പോൾ ഇന്നൊരു ചർച്ച ചെയ്തിട്ട് എനിക്കും ശ്രീ അനിൽ നമ്പ്യാർക്കും ശ്രീ മേനോൻ സാറിനും വേണുവിനൊക്കെ വീട്ടിൽ പോവാം. പക്ഷെ ആ കുടുംബത്തിന് ഉണ്ടായിട്ടുള്ള ഒരു നെയിം പ്ലേറ്റ് ഡോക്ടർ ഇന്നാപ്പി, അവരുടെ കുട്ടിയുടെ പേര് എനിക്കറിയില്ല, വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത്, ആ ഒരു നെയിം പ്ലേറ്റും കൊണ്ടിട്ട് ആ വെള്ള ഓവർകോട്ടിൻ്റെ മുകളിൽ ഇനിയും എത്രയോ കാലം നമുക്കൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ആ കൽക്കത്തയിലുള്ള ഒരുപാട് ആരോഗ്യ ദുരന്തം നേരിടുന്നവർക്ക് സേവനം നൽകാൻ വേണ്ടിയിട്ട് ത്യാഗസമ്പന്നമായൊരു ജീവിതം നയിച്ചൊരു പെൺകുട്ടിക്ക് വന്നിട്ടുള്ള ഈ ദുരന്തം ഇപ്പം നമ്മൾ ഈ ചർച്ചയോടുകൂടി അവസാനിക്കും. പക്ഷെ ആ കുടുംബത്തിൻ്റെ അവസ്ഥയെ ഓർത്തുകൊണ്ട്, കാരണം അവരെനിക്ക് മകളാണ്, എനിക്ക് സഹോദരിയാണ്, എനിക്ക് അവർ അമ്മയ്ക്ക് തുല്യമാണ് എന്നൊക്കെ നമ്മളൊക്കെ വിലപിക്കുമ്പോഴും നാളെ നമ്മൾ അടുത്ത ചർച്ചയ്ക്കാണ് ഇത്തരം ഒരു കാര്യം പറയുന്നത്. അപ്പം ഈ മമതാ ബാനർജി ധാർമ്മികമായിട്ടുള്ള രാഷ്ട്രീയ ബോധവും അവർക്ക് ജനാധിപത്യ ബോധവും ഉണ്ടെങ്കിൽ അവർ അടിയന്തരമായിട്ട് അവർ രാജിവെച്ചൊരു മാതൃകയാകണം. കാരണം എനിക്ക് ഇനി ഇവിടെ ഇരിക്കാൻ അർഹതയില്ല എന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം. കാരണം പരമോന്നത നീതിപീഠം ഇന്ന് പറഞ്ഞ വാക്കുകൾ അങ്ങേയറ്റം ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞില്ലേ, രാജിവെക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വാക്കുകളുമാണ് അവർ പറഞ്ഞിരിക്കുന്നത്.
ഇപ്പോൾ താങ്കൾ എന്നോട് ചോദിച്ചു ശ്രീ ആനന്ദ ബോസ് ഡൽഹി രാഷ്ട്രപതിയെ കാണുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല പിരിച്ചുവിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അത്തരത്തിലൊരു നമ്മൾ പറയില്ലേ, ഒരു 356 ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലൊരു സംഗതി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇന്നലെയോ ഇന്നോ വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും FIR ഇടാൻ ഇത്രയും വൈകിയതിന് പരമോന്നത നീതിപീഠത്തിന്റെ ക്രൂരമായിട്ടുള്ള അത്രയും നമ്മൾ രൂക്ഷമായിട്ടുള്ള വിമർശനം നേരിട്ടൊരു സാഹചര്യത്തിൽ അവർ രാജിവെക്കേണ്ടതാണ്. ഇത് നമ്മൾ ഓരോരുത്തരും നമ്മളിത് പാഠമാകണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കൽക്കത്തയിലുണ്ടായ ഈ സംഭവത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരുകൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇപ്പോൾ രാജസ്ഥാനിലൊരു നേഴ്സ് ഈ സംഭവം കഴിഞ്ഞ് 3-ാം ദിവസം എത്തിയാണ് അവരും ക്രൂരമായിട്ട് ചളിയിൽ പീഡിപ്പിച്ച് അവരെ ചളിയിൽ പൂർത്തിയിട്ടുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ആരോഗ്യ പ്രവർത്തകരായ വനിതകൾക്ക് അങ്ങേയറ്റം സംരക്ഷണം നൽകേണ്ട ഒരു ചുറ്റുപാടിലേക്ക് നമ്മുടെ ലൈംഗിക അരാജകത്വം വളർന്നു എന്നുള്ളൊരു ബോധം ഓരോ സംസ്ഥാന സർക്കാരിനും വേണം. ഒരു വന്ദനാദാസോ ഒരു നിർഭയയോ ഈ കൽക്കത്തയിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടിയെ പോലുള്ള ഒരു ഡോക്ടറോ ഇനി നമുക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് സുപ്രീം കോടതി ഇപ്പോൾ 10-അംഗ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേൽനോട്ടം വഹിക്കാൻ തയ്യാറായിട്ടുള്ളത് അങ്ങേയറ്റം ശ്ലാഘനീയമായിട്ടുള്ളൊരു കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് ഈ ഒരു സന്ദർഭത്തിൽ മാത്രമായിട്ട് ഒതുക്കരുത്. ആ കമ്മിറ്റി ഈ ഡോക്ടർമാർക്ക് അവർ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ രാത്രി 12 മണിക്ക് നമുക്ക് നെഞ്ചുവേദനയായിട്ട് ചെന്നാലും പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന ഇവർക്ക് സംരക്ഷിതമായിട്ടുള്ള ഒരു ചുറ്റുപാട് ഒരുക്കിക്കൊണ്ട് നമ്മളെ ചികിത്സിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ നമുക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിന് കഴിയാതെ പോയി കഴിഞ്ഞാൽ അത് ലോകത്തിനാണ് അതിൻ്റെ അപമാനം. കാരണം ഇന്ത്യൻ ജനാധിപത്യത്തിനെ മാതൃകയാക്കിക്കൊണ്ടാണ് പല രാജ്യങ്ങളും അവരുടെ ഭരണഘടനയിൽ പലതും ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പല പുസ്തകങ്ങളിലും വായിക്കാനിടയായ ഒരു സാഹചര്യത്തിൽ ഈ തീർത്താൽ തീരാത്ത കളങ്കം ഈ ഒരു പ്രശ്നത്തോടു കൂടി, ഈ ഒരു പെൺകുട്ടിയുടെ കൊലപാതകത്തോടു കൂടി, ഈ ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട ഈ കശ്മലന്മാരെ കൃത്യം 6 മാസത്തിനുള്ളെങ്കിലും ഇവന്മാരെ തൂക്കിലേറ്റിക്കൊണ്ട് ഒരു മാതൃകയാക്കിക്കൊണ്ട് ഇനി ഒരു പ്രശ്നം ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നാണ് ഒരു സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്.